നമസ്കാരം. ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആധുനിക കാലഘട്ടത്തിലെ അനിശ്ചിതത്വങ്ങളിലും ആശങ്കകളിലും തകർന്നു പോകാതെ ദൈവത്തിന് കൃത്യമായ പദ്ധതിയുണ്ടെന്ന് യുവാക്കളെ ഓർമ്മപ്പെടുത്തി ലിയോ പാപ്പ. അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നടക്കുന്ന കത്തോലിക്ക യുവജന സമ്മേളനത്തിനയച്ച വീഡിയോ സന്ദേശത്തിലാണ് മാർപ്പാപ്പ തന്റെ ചിന്തകൾ പങ്കുവച്ചത്. നിങ്ങളുടെ ജീവിതത്തിന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. ദൈവം നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിലും മനോഹരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് ആകുലപ്പെട്ട് നിങ്ങളുടെ ഹൃദയം അടച്ചുകളയരുത്. ദൈവത്തിന് വിളി കേൾക്കുവാനും അത് സ്വീകരിക്കുവാനും ധൈര്യം കാണിക്കുകയെന്ന് പാപ്പ യുവജനങ്ങളോട് പറഞ്ഞു. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മാതൃക ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ജീവിതത്തിലെ പ്രതിസന്ധികളെ ദൈവഹിതത്തിന് കീഴടക്കിക്കൊണ്ട് എങ്ങനെ മറികടക്കാമെന്ന് വിശദീകരിച്ചു. യുവാക്കൾ സോഷ്യൽ മീഡിയയുടെയും ഉപഭോഗ സംസ്കാരത്തിന്റെയും തടവുകാരാകാതെ യഥാർത്ഥ ബന്ധങ്ങൾക്കും സ്നേഹത്തിനും മുൻഗണന നൽകണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ നടത്തുന്ന താമരശ്ശേരി രൂപതാതല സമുദായ ശാക്തീകരണ വർഷാചരണത്തിന് ഉജ്ജ്വല തുടക്കം. കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി അങ്കണത്തിൽ ജനുവരി 2 വൈകിട്ട് നടന്ന ചടങ്ങിൽ സമുദായ ശാക്തീകരണ വർഷാചരണം കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സമുദായത്തിന്റെ ശാക്തീകരണത്തിനായി ഉണർന്നു പ്രവർത്തിക്കുവാനും സംഘടിച്ച് പ്രബുദ്ധരായി പോരാടാനും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ആഹ്വാനം ചെയ്തു. ഡോക്ടർ കുര്യാക്കോസ് കുമ്പളക്കുഴി മുഖ്യപ്രഭാഷകനായിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതാ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ബെന്നി ലൂക്കോസ് എന്നിവർ സംസാരിച്ചു. സ്വിറ്റ്സർലൻഡിലെ ക്രാൻസ് മൊണ്ടാനയിലുണ്ടായ തീപിടുത്തത്തിൽ അനുശോചനം അറിയിച്ച് ലിയോ പാപ്പ മരിച്ചവരുടെ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും അവരുടെ കുടുംബാംഗങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നുവെന്നും പാപ്പ പറഞ്ഞു. രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പരിക്കേറ്റവരെ ചികിത്സിക്കുന്നവർക്കും ദൈവസഹായം ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. ദുരന്തബാധിതരായ എല്ലാവർക്കും ദൈവികമായ സമാധാനവും കരുത്തും ലഭിക്കുവാനായി താൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായും മാർപ്പാപ്പ സന്ദേശത്തിലൂടെ വ്യക്തമാക്കി. ശൈത്യകാല വിനോദസഞ്ചാര കേന്ദ്രമായ ഇവിടെയുണ്ടായ അപകടം സ്വിസ് ജനതയെ വലിയ ഞെട്ടലിൽ ആഴ്ത്തിയിരിക്കുകയാണ്. സ്പെയിനിലെ വല്ലാഡോളിഡിലെ പോളിത്തോൺ ആശ്രമത്തിൽ സക്രാരി കുത്തിത്തുറന്ന് തിരുവോസ്തി മോഷ്ടിച്ചു. ഡിസംബർ 28 സംഭവം. സംഭവത്തിന് പിന്നാലെ ഇടവക വികാരിയായ ഫാദർ ഫ്രാൻസിസ്കോ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തിരുവോസ്തിയോട് കാണിച്ച അനാദരവിന് പരിഹാരമായി ഇന്ന് ലാ സാന്ത എസ്പിനയിൽ പ്രായശ്ചിത്ത പരിഹാര ബലി ഉണ്ടാകും. ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന്റെ ജീവന്റെ വളർച്ച തുടരണമോ എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം ഭാര്യയ്ക്ക് മാത്രമായി പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധിയിൽ പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ആശങ്ക രേഖപ്പെടുത്തി. ഭാര്യ ഭർത്താക്കന്മാരുടെ വൈവാഹിക ജീവിതത്തിലെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുടുംബങ്ങളിലെ അംഗങ്ങളുടെയും മനഃശാസ്ത്ര വിദഗ്ധരുടെയും പിന്തുണയോടെ പരിഹരിക്കപ്പെടണം. എന്നാൽ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭാര്യയ്ക്ക് മാത്രം ഗർഭചിത്രം നടത്തുവാൻ അനുവദിക്കുന്ന വിധി ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾ സമൂഹത്തിൽ സൃഷ്ടിക്കുമെന്ന് പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ചെയർമാൻ സാബു ജോസ് പറഞ്ഞു. ഒറ്റപ്പെട്ട ഇത്തരം കോടതി വിധികൾക്ക് മാധ്യമങ്ങൾ അമിത പ്രാധാന്യം നൽകരുതെന്നും ജീവന്റെ സംസ്കാരം സജീവമാക്കാൻ പരിശ്രമിക്കണമെന്നും സാബു ജോസ് പറഞ്ഞു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.